ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി എന്തോ ഒരു കാര്യമായിട്ടുള്ള കാര്യമാണ്. അതെ, നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള, ഞാനടക്കമായിട്ടുള്ള ആൾക്കാരെല്ലാം ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇത് നമുക്കുണ്ടോ എന്ന് പോലും പല സമയത്തും നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഈ ആൻസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻസൈറ്റി എന്താണ്, സയന്റിഫിക്കലി കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഈ ആൻസൈറ്റി നമുക്കുണ്ടോ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അത് നമ്മൾ എന്താ പറയാൻ, നമുക്ക് മൂഡ് സ്വിങ്സ് ആയിട്ടോ, ഇപ്പം ലേഡീസ് ആണെങ്കിൽ മൂഡ് സ്വിങ്സ് ആയിട്ടോ, ഹോർമോൺസ് ചേഞ്ചസ് ആയിട്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷേ ഈ പറയുന്നതെല്ലാം ഒരു ആൻസൈറ്റി കണ്ടീഷനാണ്. ഇതിൻ്റെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ പറയുന്നതാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ചില കാര്യങ്ങളോടൊരു പേടി കാണും. ഈ നടക്കാത്ത ഒരു കാര്യത്തിനോട് അമിതമായിട്ടുള്ള ഒരു പേടി അത് നമ്മുടെ ശരീരവും കൂടി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് ഈ ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത്. ഇത് ക്യൂറബിൾ ആണ്, ശരിക്കും ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതിന് ടൈമും അതുപോലെ തന്നെ നോളേജും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ചിലർ തെറാപ്പി എടുക്കും, മെഡിസിൻ എടുക്കും, ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് ഓവറായിട്ട് നമ്മൾ സ്ട്രെസ് ആവും, നമുക്ക് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടും, പിന്നെ എന്താ പറയാൻ ഉറക്കം കുറവുണ്ടാവും. അത് നമ്മളെ എന്തോ ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ആൻസൈറ്റി എന്ന് പറയുന്ന കണ്ടീഷന്റെ സിംറ്റം ആയിട്ട് പറയുന്നത്. ഫ്യൂച്ചറിനെ പറ്റി ആവശ്യമില്ലാതെ കുറേയൊക്കെ ചിന്തിച്ച് അതിനെപ്പറ്റി പേടി, ഇതൊക്കെ ഒരു ആൻസൈറ്റിയുടെ സിംറ്റംസ് ആണ്. ഇങ്ങനെയും വരാം. പിന്നെ പഴയ ട്രോമ കാര്യങ്ങൾ, പിന്നെ ഹോർമോണിൻ്റെ ചേഞ്ചസ്, പിന്നെ ലൈഫിൻ്റെ സിറ്റുവേഷൻസ്, ഇതെല്ലാം കൊണ്ട് നമുക്ക് ആൻസൈറ്റി സിമ്പിളായിട്ട് നമ്മളറിയാതെ നമ്മുടെ കൂടെ ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഉള്ള ഒരു കാര്യമാണ് ഈ ആൻസൈറ്റി എന്ന് പറയുന്നത്. സയന്റിഫിക്കലി ആൻസൈറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സയന്റിഫിക്കലി ഈ ആൻസൈറ്റി എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് ഒരു സെന്റൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ആൻസൈറ്റി എന്നത് മസ്തിഷ്കത്തിലെ ഭീഷണി തിരിച്ചറിവ് സിസ്റ്റത്തിന്റെ അതിരുവിട്ട പ്രവർത്തനത്താൽ അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോൺ അമിതമായി പുറത്തു വന്നുണ്ടാകുന്ന ശാരീരിക മാനസിക പ്രതികരണമാണ്. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ്, എസ്പെഷ്യലി ഫീമെയിൽസിന്റെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ഹോർമോൺസിന്റെ എന്താ പറയുക, ഒരു കൂട്ടമാണ് നമ്മുടെ ഫീമെയിൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ എല്ലാവരുടെ ശരീരത്തിലുണ്ട്, ഫീമെയിൽ മാത്രമല്ല മെയിലിൻ്റെതായാലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഓരോ ഹോർമോണും ഓരോ കാര്യങ്ങളിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചില ഭയം ഉണ്ടാകുന്നത്, ചിലപ്പം നമ്മുടെ എന്താ പറയുക തിങ്കിങ്, അങ്ങനെ ഓരോന്നിനും ഓരോരോ ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ ഉണ്ടാക്കുന്ന രണ്ടെണ്ണമാണ് അഡ്രിനാലിൻ, കോർട്ടിസോൾ. ഈ സ്ട്രെസ് ഹോർമോൺ ഓവർ ആക്റ്റീവ് ആവുകയും ഇത് പുറത്തു വരികയും ചെയ്യും. ഈ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ, ഈ ആൻസൈറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ഇത് രണ്ടും ഇങ്ങനെ പുറത്തു വരും. അപ്പോഴാണ് ശരിക്കും നമുക്ക് ഈ ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പല സിംറ്റംസ് ആയിട്ട് ഇങ്ങനെ പുറത്തു വരികയും ചെയ്യുന്നത്. ആൻസൈറ്റി നമ്മുടെ ബ്രെയിനിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രെയിനിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ ആൻസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഒരു 3 സെന്ററിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ സെന്റർ അമിഗ്ഡല എന്ന് പറഞ്ഞ ഈ ഭയം തിരിച്ചറിയുന്ന ഒരു സെന്ററാണ് ഈ അമിഗ്ഡല എന്ന് പറയുന്നത്. ഭയം വരുന്നു കഴിഞ്ഞാൽ ഓവറായിട്ട് വരെ ഈ അമിഗ്ഡല എന്ന് പറയുന്ന സെന്ററിനെ അത് ബാധിക്കും. അമിഗ്ഡല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേഞ്ചർ സിഗ്നൽസ് തരും. ചെറുതായിട്ടൊരു ഭയം വന്നാൽ പോലും ഈ അമിഗ്ഡല സിഗ്നൽസ് പുറത്തു വരും. അപ്പോൾ ആൻസൈറ്റി എന്ന് പറയുന്ന കാര്യം പറയണ്ടല്ലോ. നമുക്ക് ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ പൊതുവേ ഉള്ള ഭയത്തിനേക്കാളും കൂടുതൽ ഭയമാകുമ്പോൾ ഈ അമിഗ്ഡല എന്ന് പറയുന്ന കാര്യം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. രണ്ടാമത്തത് പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ് എന്ന് നമ്മളുടെ തിങ്കിങ് വരുന്നതാണ് ഈ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് നോർമലി എന്ന് പറയുന്നത്. പക്ഷേ ഈ ആൻസൈറ്റി വരുമ്പോൾ ഈ ഒരു സേഫ് എന്ന് പറയുന്ന ആ ഒരു സിഗ്നല് നമുക്ക് കുറയുകയും ഈ അമിഗ്ഡല എന്ന് പറയുന്നത് ഇതിന്റെ ഓവർ പവർ ആയിട്ട് വരികയും ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ സെന്റർ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഹിപ്പോ ക്യാമ്പസ്. ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ ഇതങ്ങ് സ്ട്രിങ് ആവും. അപ്പോൾ പാസ്റ്റ് മെമ്മറീസ് ഒക്കെ നമുക്കിങ്ങനെ വരികയും നമ്മൾ അതിനെ ട്രിഗർ ചെയ്യുമ്പോൾ ഈ ആൻസൈറ്റി നമുക്ക് ഒരുപാട് വരും. അങ്ങനെയാണ് ഹിപ്പോ ക്യാമ്പസ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ 3 പാർട്ടിലായിരിക്കും ഈ ആൻസൈറ്റി കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇനി
ബ്രെയിനിന്റെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ 2 ഹോർമോൺസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഹോർമോൺസും കെമിക്കൽസും ഈ 2 കാര്യങ്ങൾ ഈ ആൻസൈറ്റിയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അഡ്രിനാലിൻ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡേഞ്ചർ ഉണ്ടാവുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വരും. 2 to 3 സെക്കൻഡിനുള്ളിൽ തന്നെ ഈ അഡ്രിനാലിൻ ഹോർമോൺ പുറത്ത് വരും. നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂട്ടും, അതുപോലെ മസിൽ ഭയങ്കര ടൈറ്റൻ ആവും, നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കും. ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും ഈ അഡ്രിനാലിൻ ഹോർമോൺ വരുമ്പോൾ. നെക്സ്റ്റ് കോർട്ടിസോൾ ആണ്. കോർട്ടിസോള് ഈ അഡ്രിനാലിൻ പുറപ്പെടുവിക്കുന്നതാണ്. കുറച്ച് കൂടുതൽ നേരം നമുക്ക് ഈ ആൻസൈറ്റി പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കോർട്ടിസോൾ പുറപ്പെടുവിക്കും. മിനിറ്റ്സ് ആണ് അത് എടുക്കുന്നത്. അഡ്രിനാലിനാണെങ്കിൽ 2 to 3 സെക്കൻഡ് ആണെങ്കിൽ ഇത് മിനിറ്റ്സിനകമായിരിക്കും നമുക്ക് പുറപ്പെടുവിക്കുന്നത്. ബ്ലഡിന്റെ ഷുഗർ ലെവൽ കൂടും, ഡൈജഷൻ ഭയങ്കരമായിട്ട് സ്ലോ ആവും. ഇതൊക്കെയാണ് കോർട്ടിസോളിന്റെ ഹോർമോൺ കാര്യങ്ങൾ വരുന്നത്. സെറോട്ടോണിൻ, അതാണ് നമ്മുടെ മൂഡ് സ്വിങ്സ്, ആ കാര്യങ്ങളൊക്കെ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഇനി ഒരു കെമിക്കൽ ഉണ്ട്, അതിന്റെ പേരാണ് ഗാബ എന്ന് പറയുന്നത്. നാച്ചുറൽ കാമിംഗ് കെമിക്കൽ എന്ന് പറയുന്ന ഈ ഒരു ആൻസൈറ്റി വരുന്ന സമയത്ത് ഗാബ കുറയും, ഓവർ തിങ്കിങ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് വരുകയും ചെയ്യും. ആൻസൈറ്റിയുടെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആവും, ചെസ്റ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹൃദയം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇടിക്കും, പെട്ടെന്ന് വായൊക്കെ വരണ്ട് ഭയങ്കര ഡ്രൈ ആയി പോകുന്ന ഒരവസ്ഥ, ഷിവറിങ് വരിക, വിയർക്കുക, സ്റ്റൊമക്കിന് ഇഷ്യൂസ് വരിക. ഇതൊക്കെയാണ് ഈ സിംറ്റംസ്. അല്ലെങ്കിൽ ഇത് സിംറ്റംസ് എന്നല്ല, ആൻസൈറ്റി വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ. ഇനി ഒരു ക്രോണിക് ആൻസൈറ്റി എന്ന് പറയുന്നതുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലം ഒരു ലോങ് ടേം ആയിട്ടുള്ള ആൻസൈറ്റികളെയാണ് ഈ ക്രോണിക് ആൻസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസൈറ്റീനെ നമുക്ക് എങ്ങനെ ക്യൂർ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു തെറാപ്പീനെ കാണാം. അതൊക്കെ ഒരു കൂടുതലാകുമ്പോഴാണ് കാണേണ്ടത്. അല്ലാത്ത കാര്യം ഈ ആൻസൈറ്റി ഓവർ ആവാത്തവരുടെ കാര്യം പറയുകയാണെങ്കിൽ, ആൻസൈറ്റി ഓവർ ആവാത്തവര് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷയ്ക്ക് തോറ്റുപോകും, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ആ സമയം നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ മനസ്സിനെ നമ്മൾ തന്നെ കാമാക്കി കൊണ്ടുവരിക. ഇതിന് ഒരുപാട് ടൈം എടുക്കുമെങ്കിലും പതുക്കെ കാമായിട്ട് കൊണ്ടുവരിക. എങ്കിൽ മാത്രമേ ഇത് ക്യൂർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആൻസൈറ്റി ആണ് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുക. കൂടെ നിൽക്കുന്നവരോട് അത് ഷെയർ ചെയ്യാനും അവരോട് അക്സെപ്റ്റ് ചെയ്യാനും അതിനെ പറയുക. നമ്മളുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തുള്ള രീതിയിലായിരിക്കും റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂടെ നിൽക്കുന്നവരോട് നമ്മുടെ അവസ്ഥേനെ പറ്റി അവരോട് ഡിസ്കസ് ചെയ്ത് അവരോട് പറയുക. എന്നിട്ട് ടൈം എടുത്തിട്ട് അതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. എന്താണോ ചെയ്യാൻ ഇഷ്ടം ആ കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിനെ കാമാക്കാൻ നിൽക്കുക. അതുപോലെ തന്നെ കുറച്ച് ടൈം ബ്രേക്ക് എടുക്കണമെന്നാണെങ്കിൽ ആ ബ്രേക്ക് എടുത്ത് ശരിയാക്കുക. അതേപക്ഷം ആൻസൈറ്റി കൂടുതലുള്ളവരാണെങ്കിൽ എന്തായാലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മെഡിസിൻ അല്ലെങ്കിൽ തെറാപ്പി എടുക്കേണ്ടതാണ്. അപ്പോൾ ആൻസൈറ്റിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വരുന്ന വീഡിയോസിൽ ഞാൻ ഇതുപോലെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.